മലങ്കുറവരുടെ കൂട്ട പ്രാർത്ഥന തീർന്നയുടനെ ഭൂമി പിളരുമാറുച്ചത്തിൽ അത്യുഗ്രമായ ഒരു ശബ്ദം. വാഗമരച്ചോട്ടിലെ ആ അഗ്നിഗോളം ആ സ്ത്രീ രൂപത്തോടൊപ്പം ആകാശത്തിലേക്ക് ഉയർന്നുയർന്ന് അപ്രത്യക്ഷമായി. അതുവരെ ആഞ്ഞു വീശിക്കൊണ്ടിരുന്ന കൊടുങ്കാറ്റു നിലച്ചു. ആകാശത്തെ കാർമേഘങ്ങൾ അപ്രത്യക്ഷമായി. കാട്ടുമൃഗങ്ങളുടെ ശബ്ദവും നിലച്ചു. പൗർണമി ചന്ദ്രികയുടെ തൂനിലാവിൽ ആ കാട് പഴയതുപോലെ വെട്ടിത്തിളങ്ങി. അങ്ങനെ ആ ഭീകരരാത്രി അവസാനിച്ചു. പിറ്റേന്ന് നേരം പുലർന്നു. തലേ ദിവസത്തെ ഭയപ്പാടിൽ നിന്നും ആ മലങ്കുറവർ വിമുക്തരായിരുന്നില്ല. രക്തത്തിൽ കുളിച്ചു നിന്ന ആ സ്ത്രീരൂപം അതാരാണ്? എവിടെ നിന്നാണ് അഗ്നിഗോളം പ്രത്യക്ഷപ്പെട്ടത്? ഇനി മലദൈവങ്ങൾ കോപിച്ചതാണോ? ഈ കാട് മുടിയാൻ പോവുകയാണോ? സംശയങ്ങളും ഭയാശങ്കകളും അവരുടെ മനസ്സുകളിൽ നാം വിട്ടു. അവർ കാട്ടുമൂപ്പന്റെ അധ്യക്ഷതയിൽ ഊർക്കൂട്ടം കൂടി ഒരു തീരുമാനമെടുത്തു. ഈ നാട് വാഴുന്ന പൊന്നുതമ്പുരാനെ ഈ വിവരം എത്രയും പെട്ടെന്ന് അറിയിക്കുക. പിന്നെ താമസിച്ചില്ല. അവർ ഉടുത്തൊരുങ്ങി നാട് വാഴുന്ന ചക്രവർത്തി ചെങ്കുട്ടുവനെ കാണാൻ, അദ്ദേഹത്തിനെ കണ്ട് തങ്ങളുടെ ആവലാതികൾ പറയാൻ, അദ്ദേഹത്തിന് സമർപ്പിക്കുവാനുള്ള കാഴ്ചദ്രവ്യങ്ങളൊക്കെ സംഭരിക്കാൻ തുടങ്ങി. അന്ന് എങ്ങനെയാണ് കേട്ടോ, രാജാവിന്റെ മുഖം കാണിക്കാൻ പോകുന്നെങ്കിൽ വെറുതെ അങ്ങ് ചെന്ന് കയറി കൊടുക്കാൻ പറ്റില്ല. രാജാവിന്റെ മുഖം പ്രസാദിച്ചില്ലെങ്കിൽ മുഖം കാണിക്കാൻ പോകുന്നവന്റെ തല കാണില്ല. അതുകൊണ്ട് ഈ കാട്ടുവാസികൾ കാനനത്തിൽ തങ്ങൾക്ക് ലഭിക്കാവുന്ന വിശിഷ്ട വിഭവങ്ങളൊക്കെ സംഭരിച്ച് ഒരു ഭാണ്ഡത്തിൽ മുറുക്കി അവർ അതാ മലയിറങ്ങുകയാണ്. അവരാ ഭാണ്ഡത്തിൽ കരുതിയിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ എന്തൊക്കെയാണെന്നോ നോക്ക്. ചന്തമേഴും പുലിത്തോലും അന്തപരിചൊടു കാട്ടുതേനും കരിവീര കൊമ്പുകളും നല്ല മാൻ കസ്തൂരികളും കുന്തിരിക്ക കട്ടികളും കരിനെല്ലിക്കായകളും ഭാണ്ഡമതിൽ മുറുക്കിയ മലങ്കുറവർ കാടിറങ്ങി. അങ്ങനെ ആ ഭാണ്ഡക്കെട്ടുമായി കാടും കാട്ടൂരവും കിടന്ന് വയലും പുഴയും കിടന്ന് അവർ ചെങ്കുട്ടുവന്റെ രാജധാനിയായ കൊടുങ്ങല്ലൂരിൽ പ്രവേശിച്ചു. കൊടുങ്ങല്ലൂർ ദേവേന്ദ്രപട്ടണത്തിന് തുല്യമായ ഒരു മഹാനഗരം. കുരുമുളകും ഏലവും ചുക്കും ഗ്രാമ്പുമൊക്കെ വാങ്ങിക്കൂട്ടാൻ തിരക്ക് കൂട്ടുന്ന റോമാക്കാരും അറബികളും ചീനരും, അങ്ങനെ കച്ചവട സമൃദ്ധിയുടെ ആരാവാരങ്ങളിൽ മുഴുകി നിൽക്കുന്ന ഒരു വലിയ പട്ടണം. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാൻ ഭയചകിതരായ നമ്മുടെ മലങ്കുറവർക്ക് നേരമില്ല. അവർ ഭാണ്ഡക്കെട്ടുമായി അതിവേഗം നടന്ന് കൊട്ടാര നടയിലെത്തി. അവിടെ കൊട്ടാരക്കെട്ടുകളെ സംരക്ഷിക്കുന്ന വൻ മതിൽ കണ്ട് പുറന്താളിച്ചു നിന്നു. കടവുളേ, പൊന്നാപുരം കോട്ടകപ്പം കൊടുക്കുന്ന കൃഷ്ണശിലയിലെ വൻമതിലും, പൊന്നാപുരം കോട്ടകപ്പം കൊടുക്കുന്ന കൃഷ്ണശിലയിലെ വൻമതിലും, കോട്ടയെ ഭേദിച്ചു മസ്തകം പൊക്കുന്ന വ്യാളി മുഖം വച്ച വെള്ളിക്കവാടം, കോട്ടയെ ഭേദിച്ചു മസ്തകം പൊക്കുന്ന വ്യാളി മുഖം വച്ച വെള്ളിക്കവാടം, പൊന്നാപുരം കോട്ടകപ്പം കൊടുക്കുന്ന കൃഷ്ണശിലയിലെ വൻമതിലും, പൊന്നാപുരം കോട്ടകപ്പം കൊടുക്കുന്ന കൃഷ്ണശിലയിലെ വൻമതിലും. അതാ ആ കോട്ടയിലെ വെള്ളിക്കവാടത്തിൽ നല്ല വെങ്കലത്തിലുള്ള ഒരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. കണ്ട എന്തിനാണ് ആ മണി അവിടെ കെട്ടിരിക്കുന്നത് അറിയാമോ? എന്തിനാണ്? രാജാവിന്റെ മുഖം കാണിക്കാൻ എത്തുന്നവരെ ചുമ്മാ അന്ന് കയറി കൊടുത്താലേ ആ ഭടന്മാര് ഇട്ട് കൊട്ടിത്തരും. ആ മണി 3 തവണ അടിച്ചാൽ മാത്രമേ രാജകിങ്കരന്മാർ ശക്തമായ കോട്ടവാതിൽ തുറക്കുകയുള്ളൂ. മലങ്കുറവരുടെ മൂപ്പൻ ആ വെങ്കലമണി 3 തവണ അടിച്ചു. അതാ കോട്ടവാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. അരപ്പെട്ട് കെട്ടി കുന്തങ്ങളേന്തിയ 2 രാജകിങ്കരന്മാർ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വേണം? അടിയങ്ങൾക്ക് തിരുമനസിനെ ഒന്ന് മുഖം കാണിക്കണം തമ്പുരാനെ. ഓഹോ, മഹാരാജനെ കാണാനെങ്കിൽ അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. കച്ചവടക്കാരെ കൊള്ളയടിക്കുന്ന കടൽ കൊള്ളക്കാരെ അമർച്ച ചെയ്യാൻ പുറംകടലിൽ പോയിരിക്കുകയാണ് തമ്പുരാനെ. വരാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. എന്താണ് ആവശ്യം പറഞ്ഞോളൂ.
തമ്പുരാനെ കണ്ട് അടിയങ്ങൾക്കൊരു പരാതി ബോധിപ്പിക്കാനുണ്ടായിരുന്നു. ഓഹോ, പരാതി ബോധിപ്പിക്കാനാണെങ്കിൽ നാടകശാലയിൽ ഇളമുറ തമ്പുരാൻ ഇരിപ്പുണ്ട്, അങ്ങോട്ട് പൊയ്ക്കോളൂ. മഹാരാജാവ് ചെങ്കുട്ടുവന്റെ നേരനുജൻ ഇളങ്കോടികൾ, അദ്ദേഹമാണ് യുവരാജാവ്. ഇളങ്കോടികൾ അമ്പിളിക്കലയുടെ ചന്തമുള്ള യുവാവ്, പ്രായത്തിലേറെ പക്വതയുള്ളവൻ, പണ്ഡിത കേസരി, കലാരസികൻ, സഹൃദയൻ, മഹാകവി ഇളങ്കോവടികൾ. അതാ കൊട്ടാരത്തിന്റെ കൂത്തമ്പലമായ നാടകശാലയിൽ ഇളങ്കോവടികൾ തന്റെ പണ്ഡിത സുഹൃത്തായ ചാത്തനാരുമായി ഒരു സാഹിത്യ ചർച്ചയിലാണ്. മധുരയിലെ പട്ടണത്തിൽ ജനിച്ചു വളർന്നയാളാണ് ഈ ചാത്തനാർ. ഇരുവരുടെയും മുൻപിലേക്ക് കാഴ്ചദ്രവ്യങ്ങളുമായി മലങ്കുറുവർ വന്ന് ആചാരപൂർവം തൊഴുതു നിന്നു. തങ്ങൾ കൊണ്ടുവന്ന വിശിഷ്ട വിഭവങ്ങളൊക്കെ യുവരാജാവിന് മുൻപിൽ സമർപ്പിച്ചിട്ട് ആ കാടിനെ വിറപ്പിച്ച ഉഗ്രരൂപിണിയായ ഒറ്റമുലച്ചയെ കണ്ട കഥ ഭയപ്പാടോടെയും ആകാംക്ഷയോടെയും അവർ അവതരിപ്പിച്ചു. അതിശയപൂർവം മലങ്കുറുവർ പറഞ്ഞ കഥ കേട്ടിരുന്ന ഇളങ്കോവടികളുടെ സുഹൃത്തായ മഹാകവി ചാത്തനാർ ആ ഒറ്റമുലച്ചിയുടെ പൂർവകഥ, ആ വാഗമരച്ചോട്ടിൽ പ്രത്യക്ഷപ്പെട്ട ഉഗ്രരൂപിണിയുടെ പുരാവൃത്തം, പതിവ്രത രത്നമായ കണ്ണകിയുടെ കഥ പറഞ്ഞു തുടങ്ങി. പച്ചപ്പട്ടണിഞ്ഞ പാടശേഖരങ്ങളാലും പഴുത്ത പൊൻനിറമാർന്ന ചോളവയലുകളുടെയും ഐശ്വര്യപൂർണമായ ചോളരാജ്യത്തിന്റെ തലസ്ഥാനം കാവേരി പൂമ്പട്ടണം. നാട്ടുവിഭവങ്ങൾ മുതൽ നവരത്നങ്ങൾ വരെ വിറ്റഴിയുന്ന വ്യാപാര കേന്ദ്രം, എപ്പോഴും തിരക്കുള്ള ഒരു മഹാനഗരം, പാതിരാത്രി പോലും ഉറങ്ങാതിരിക്കുന്ന കാവേരി പൂമ്പട്ടണം. ഈ പട്ടണത്തിന്റെ കിഴക്കേ തെരുവിലാണ് രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വിൽക്കുന്ന വൻകിട വ്യാപാരികളുടെ മാളികകൾ. ദേ കണ്ട, ദേ അവിടെ, അത് ആ മാളികകൾക്കിടയിൽ ഏറ്റവും ഉയർന്ന, അവിടെയല്ല ഉയർന്നത്, 5 നിലയിൽ ഒരെണ്ണം കണ്ട കണ്ട, അത് ആരുടേതാണ്? അതെ, ഈ ചോളരാജ്യത്തിലെ പ്രമുഖ രത്ന വ്യാപാരിയായ മാനായിക്കന്റെ വീടാണത്. ആ മാനായിക്കൻ ചോളരാജ്യത്തിലെ അതിസമ്പന്നൻ. അദ്ദേഹത്തിന് ഇവിടെ ഒരേ ഒരു മകൾ, അതിസുന്ദരി. കവിഭാവനയിൽ പറഞ്ഞാൽ പ്രകൃതി അതിന്റെ സൗന്ദര്യമാകെ സ്വർണത്തിൽ ചാലിച്ച് മെനഞ്ഞെടുത്തൊരപ്സര കന്യക. പേര് കണ്ണകി. അങ്ങനെ വിവാഹപ്രായമെത്തിയ കണ്ണകിക്ക് മാസങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ശേഷം ഒരു വരനെ മാനായികൻ കണ്ടെത്തി. കോവിലനെന്നൊരു വാണിക വൈശ്യൻ സ്വർണ്ണ വ്യാപാരത്തിൽ പേരെടുത്തു. സൂര്യനെ പോലത്തെ തേജസ്സുള്ളോ യൗവനയുക്തനാം കാമദേവൻ. അങ്ങനെ കോവലനും കണ്ണകിയും തമ്മിലുള്ള വിവാഹം ആർഭാടപൂർവം കൊണ്ടാടി.
ശിവനും പാർവതിയും പോലെ, രതിയും കാമദേവനും പോലെ അവർ ആ ദാമ്പത്യലഹരി ആവോളം ആസ്വദിച്ചു. മാസങ്ങൾ കടന്നുപോയത് അവർ അറിഞ്ഞതേയില്ല. അന്നങ്ങനെയൊക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ കുറെ ദിവസങ്ങൾ ഇങ്ങനെ കറങ്ങി അടിച്ച് പിന്നെയാണ് കയ്യിലെ പുത്തനൊക്കെ തീരുമാനം ഓർമ്മിക്കുന്നത്. ഏത് കച്ചവടമൊക്കെ പുനരാരംഭിക്കണമെന്ന്. അങ്ങനെ തന്നെ നിർത്തിവെച്ച, കല്യാണത്തോടെ നിർത്തിവെച്ചിരുന്ന കച്ചവടം പുനരാരംഭിക്കണം. തന്റെ കുലത്തൊഴിലാണിത്. കോവലൻ കച്ചവടത്തിനായുള്ള യാത്രായൊരുക്കം തുടങ്ങി. മുറികളിലും അറകളിലുമൊക്കെ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും രത്നങ്ങളും ഒക്കെ പുറത്തെടുത്ത് പൊതിഞ്ഞുകെട്ടി. മുത്തും പവിഴവും ഒത്തു കലർത്തി ചേർത്തുമനഞ്ഞൊരു മാലകളേറെ. മുത്തും പവിഴവും ഒത്തു കലർത്തി ചേർത്തുമനഞ്ഞൊരു മാലകളേറെ. മരരകമണികൾ ചേർത്തു പതിച്ചൊരു ഗന്ധം ചൊരിയും കാപ്പുകൾ അനവധി. മരരകമണികൾ ചേർത്തു പതിച്ചൊരു ചന്തം ചൊരിയും കാപ്പുകൾ അനവധി. മുത്തും പവിഴവും ഒത്തു കലർത്തി ചേർത്തുമനഞ്ഞൊരു മാലകളേറെ. മുത്തും പവിഴവും ഒത്തു കലർത്തി ചേർത്തുമനഞ്ഞൊരു മാലകളേറെ. നവരത്നത്തിൽ ഒളിമിന്നുന്നൊരു ഒഡ്യാണത്തിന്നട്ടികൾ പലത്. നവരത്നത്തിൽ ഒളിമിന്നുന്നൊരു ഒഡ്യാണത്തിന്നട്ടികൾ പലത്. കാതിലമോതിരമിഞ്ചികളൊപ്പം സ്വർണ്ണക്കട്ടികളേറെ കാണാം. കാതിലമോതിരമിഞ്ചികളൊപ്പം സ്വർണ്ണക്കട്ടികളേറെ കാണാം. മുത്തും പവിഴവും ഒത്തു കലർത്തി ചേർത്തുമനഞ്ഞൊരു മാലകളേറെ. മുത്തും പവിഴവും ഒത്തു കലർത്തി ചേർത്തുമനഞ്ഞൊരു മാലകളേറെ. അങ്ങനെ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും കണ്ണകി കോവലനെ യാത്രയാക്കി. തന്റെ സ്വപ്നങ്ങൾക്കും പ്രേമ സൗഭാഗ്യങ്ങൾക്കും ഇടവേള നൽകി കോവലൻ രത്നവ്യാപാരത്തിനായി യാത്ര തിരിച്ചു. അന്ന് വൈകുന്നേരം അസ്തമന സമയത്ത് കോവലൻ അതിവിസ്തൃതമായ കാവേരി ഭൂപട്ടണത്തിന്റെ പടിഞ്ഞാറെ തെരുവിലെത്തിച്ചേർന്നു. അതാ ആ തെരുവിന്റെ മധ്യഭാഗത്ത് ഒരു ആൾക്കൂട്ടം. കോവലൻ തന്റെ കുതിരവണ്ടി നിർത്തി അങ്ങോട്ടേക്ക് ചെന്നു. ആ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തായി അതാ ഒരു പ്രായം ചെന്ന് സ്ത്രീ നിൽക്കുന്നു. ഏതാണ്ട് ഒരു 60 വയസ്സ് പ്രായം. നല്ല വെള്ളി പോലെ നരച്ച തലമുടി. ആ വൃത്ത തന്റെ കഴുത്തിൽ നിന്ന് അരയോളം എത്തുന്ന ഒരു നവരത്നമാല അണിഞ്ഞിരിക്കുന്നു. കണ്ട? ആ മാലയിൽ പതിച്ചിരിക്കുന്ന രത്നങ്ങളിൽ നിന്ന് മിന്നിയടിക്കുന്ന പൊൻപ്രഭ ആ ആൾക്കൂട്ടത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്നു. നവരത്നമാല അണിഞ്ഞിരിക്കുന്ന ആ സ്ത്രീ അതാ വിളിച്ചു പറയുകയാണ്, ഏയ് ഏയ് മാളോരെ, 108 രത്നക്കല്ലുകൾ പതിച്ചിട്ടുള്ള ഈ മാല ഈ 7 നില മാളികയിൽ താമസിക്കുന്ന എന്റെ യജമാനത്തിയായ മാധവിയുടേതാണ്. അതെ, മാധവി വിശ്വൈക സുന്ദരി, കൂടാതെ നാട്ടിലെ മഹാനർത്തകി, പിന്നെയോ ഗാനഗോകുലവും. മാതകറാണിയാം ദേവസുന്ദരി, മന്ദം ലസിക്കുന്ന മോഹനാഗി. മാതകറാണിയാം ദേവസുന്ദരി, മന്ദം ലസിക്കുന്ന മോഹനാഗി. മിന്നി തിളങ്ങുന്ന താരനേത്രങ്ങളും മോഹം വിടർത്തുന്ന ചാരുശില്പം. മിന്നി തിളങ്ങുന്ന താരനേത്രങ്ങളും മോഹം വിടർത്തുന്ന ചാരുശില്പം. മാതകറാണിയാം ദേവസുന്ദരി, മന്ദം ലസിക്കുന്ന മോഹനാഗി. മാതകറാണിയാം ദേവസുന്ദരി, മന്ദം ലസിക്കുന്ന മോഹനാഗി.
ആ വൃത്തത വീണ്ടും വിളിച്ചു പറയുന്നു, നാട് വാഴുന്ന പൊന്നുതമ്പുരാൻ എന്റെ യജമാനത്തിയുടെ നൃത്തം കണ്ട് മതിമറന്ന് സമ്മാനിച്ചതാണ് ഈ മാല. 1001 പവൻ സ്വർണ്ണ നാണയങ്ങൾ തരുന്നവർക്ക് ഈ രക്തമാല വിൽക്കുന്നതായിരിക്കും. കൂടാതെ ഈ മാല വാങ്ങുന്നയാളിനെ എന്റെ യജമാനത്തി ഉണ്ടല്ലോ, ആ വിശ്വൈക സുന്ദരി മാധവി കാമുകനായി സ്വീകരിക്കുന്നതായിരിക്കും. അതെ, 1001 പവൻ കൊടുത്ത് ഈ മാല വാങ്ങാൻ ആണായി പിറന്നവരാരുണ്ട്? മാധവിയുടെ കാമുകനാകാനുള്ള ഭാഗ്യം ഇവിടെ ആർക്കുണ്ട്? ആശാനെ, ഓ, ഞാൻ വാങ്ങും ആശാനെ. 1001 പവൻ കൊടുത്ത 1001 പവൻ കൊടുത്തേ ഒരു സ്വർണ്ണമാല വാങ്ങിച്ചാലേ ഒരു സുന്ദരിയെ ഫ്രീ ആയിട്ട് കിട്ടെങ്കിൽ ഞാൻ അതങ്ങ് വാങ്ങിക്കും ആശാനെ. സുന്ദരിയൊക്കെ കിട്ടും, പക്ഷെ 1001 പവൻ കൊടുക്കണം. അത് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കും ആശാനെ. ആശാനെ, ഈ ആശാന്റെ ആ കൊച്ചിന് ഒരു അരഞ്ഞാണം വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായി? ആശാനെ, അതൊക്കെ ഒരു വഴി കൂടെ നടക്കും. അതിന് പോലും പറ്റാത്ത ആശാനാണെങ്കിൽ മാധവിയുടെ മാല വാങ്ങാൻ നടക്കുന്നത്. ആ വൃത്തയതാ വീണ്ടും വെല്ലുവിളി തുടരുകയാണ്. ആ വൃത്തയുടെ വെല്ലുവിളിയും പരിഹാസവും തുടർന്നുകൊണ്ടേയിരുന്നു. അത് കേട്ട് നിർദ്ധനർ നിസ്സഹായരായി നോക്കി നിന്നു. പക്ഷേ കോടീശ്വരനായ കോവലൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. അയാൾ 1001 കുതിരപ്പവൻ എണ്ണിക്കൊടുത്ത് ആ നവരക്തമാല സ്വന്തമാക്കി. ഒപ്പം അതിന്റെ ഉടമസ്ഥയായ മാധവിയെയും. ഒടുവിൽ കോവലൻ താൻ കുളിച്ച് താലി കെട്ടിയ കണ്ണകിയെ മറന്നു. അങ്ങനെ എല്ലാം മറന്ന് മാധവി എന്ന വാരസ്ത്രീയുടെ സൗന്ദര്യത്തിലും ആട്ടത്തിലും പാട്ടിലും ഒഴുകി കാലം കഴിച്ചു. സൂര്യചന്ദ്രന്മാരെ സാക്ഷിയാക്കി താലിയണിയിച്ച കണ്ണകിയെ, സൂര്യചന്ദ്രന്മാരെ സാക്ഷിയാക്കി താലിയണിയിച്ച കണ്ണകിയെ, മനസ്സാ മറന്നു കഴിഞ്ഞയാളും പ്രേമസല്ലാപത്തിലാണിറങ്ങി, മനസ്സാ മറന്നു കഴിഞ്ഞയാളും പ്രേമസല്ലാപത്തിലാണിറങ്ങി, സൂര്യചന്ദ്രന്മാരെ സാക്ഷിയാക്കി താലിയണിയിച്ച കണ്ണകിയെ, സൂര്യചന്ദ്രന്മാരെ സാക്ഷിയാക്കി താലിയണിയിച്ച കണ്ണകിയെ. കോവലൻ മാധവിയുമായി